നമസ്കാരം. യുവ പ്രയാണത്തിൻ്റെ ഈ പ്രത്യേക എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് തമിഴ്നാട്ടിലെ ഏറ്റവും പുരാതനമായ നഗരങ്ങളിൽ ഒന്നായ കാഞ്ചീപുരത്താണ്. ഇന്ന് നമ്മൾ സന്ദർശിക്കുന്നത് കേവലം ഒരു ക്ഷേത്രമല്ല, മറിച്ച് ദക്ഷിണേന്ത്യയുടെ ചരിത്രവും സംസ്കാരവും വാസ്തുവിദ്യയും ഒത്തുചേരുന്ന വരദരാജ പെരുമാൾ ക്ഷേത്രം എന്ന അത്ഭുത നിർമ്മിതിയിലേക്കാണ്. തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ വിഷ്ണു ക്ഷേത്രം. വരദരാജ പെരുമാൾ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. നിങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നത് ഡോക്ടർ ശൈലേന്ദ്രകുമാർ. ഈ ക്ഷേത്രം പല പേരുകളിൽ അറിയപ്പെടുന്നു. ഹസ്തഗിരി, അട്ടിയൂരൻ, അട്ടിഗിരി, പേരരുളൻ പെരുമാൾ ക്ഷേത്രം, കാഞ്ചി കോയിൽ, തിരുക്കച്ചി, പെരുമാൾ കോയിൽ എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നു. വൈഷ്ണവ ആചാര്യന്മാരായ ആഴ്വാർമാർ സന്ദർശിച്ച 108 ദിവ്യദേശങ്ങളിൽ ഒന്നാണിത്. കാഞ്ചീപുരത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള ഈ പ്രദേശം വിഷ്ണു കാഞ്ചി എന്നാണ് വിളിക്കപ്പെടുന്നത്. 108 ദിവ്യദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണിത്. കാഞ്ചീപുരത്തെ പ്രശസ്തമായ ഏകാംബരേശ്വർ ക്ഷേത്രം, കാമാക്ഷി അമ്മൻ ക്ഷേത്രം എന്നിവയ്ക്കൊപ്പം ഈ ക്ഷേത്രത്തിൽ ചേർത്ത് മുമ്മൂർത്തിവാസം എന്ന് വിളിക്കുന്നു. ഈ ക്ഷേത്രത്തിന്റെ മതിലുകൾ ചരിത്ര പുസ്തകങ്ങളാണ്. ഏകദേശം 350-ലധികം ശിലാശാസനങ്ങൾ ഇവിടെയുണ്ട്. ചോളർ, പാണ്ഡ്യർ, ചേരർ, കാകതീയർ, ഹൊയ്സാലർ, വിജയനഗര രാജാക്കന്മാർ എന്നിവരുടെ ഭരണകാലത്തെ വിവരങ്ങൾ ഇതിൽ കൊത്തിവച്ചിരിക്കുന്നു. AD 1053 ചോളർ ഈ ക്ഷേത്രം പ്രധാനമായും നിർമ്മിച്ചത്. പിന്നീട് കുലോത്തുംഗ ചോളനും വിക്രമചോളനും ഇത് വികസിപ്പിച്ചു. 17-ാം നൂറ്റാണ്ടിൽ മുഗൾ അധിനിവേശത്തെ ഭയന്ന് ഇവിടുത്തെ വിഗ്രഹം തിരുച്ചിറപ്പള്ളിയിലെ ഉദയാർ പാളയത്തേക്ക് മാറ്റേണ്ടി വന്നു. വർഷങ്ങൾക്ക് ശേഷം ജനറൽ തോഴർമാലിന്റെ സഹായത്തോടെയാണ് വിഗ്രഹം തിരികെ എത്തിച്ചത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ചരിത്രത്തിലെ പ്രധാനിയായ റോബർട്ട് ക്ലൈവ് പോലും ഈ ക്ഷേത്രത്തിലെ ഗരുഡ സേവ കണ്ട് വിസ്മയിച്ച് ഒരു സ്വർണ്ണമാല സമർപ്പിച്ചിട്ടുണ്ട്. ക്ലൈവ് മഹാകണ്ഠി എന്നറിയപ്പെടുന്ന ആ മാല ഇന്നും വിശേഷ ദിവസങ്ങളിൽ ഭഗവാനെ അണിയിക്കുന്നു. ഇത് ചരിത്രവും വിശ്വാസവും എങ്ങനെ ഇഴചേർന്ന് നിൽക്കുന്നു എന്നതിന് ഉദാഹരണമാണ്. ഈ ക്ഷേത്രത്തിന് പിന്നിൽ മനോഹരമായ ഒരു ഐതിഹ്യമുണ്ട്. സ്രഷ്ടാവായ ബ്രഹ്മാവും സരസ്വതി ദേവിയും തമ്മിലുണ്ടായ പിണക്കമാണ് ഇതിന് തുടക്കം. ബ്രഹ്മാവ് അശ്വമേധ യാഗം നടത്തുവാൻ തീരുമാനിച്ചു. എന്നാൽ തൻ്റെ അനുവാദമില്ലാതെ യാഗം നടത്തുന്നതിൽ കോപിച്ച് സരസ്വതി ദേവി വേഗവതി എന്ന നദിയായി മാറി യാഗശാല ഒഴുക്കിക്കൊണ്ടുപോകുവാൻ ശ്രമിച്ചു. യാഗം സംരക്ഷിക്കുവാനായി വിഷ്ണു ഭഗവാൻ നദിക്ക് കുറുകെ ശയിച്ചു. അങ്ങനെ യാഗം പൂർത്തിയായി. തുടർന്ന് 1000 സൂര്യന്മാരുടെ പ്രഭയോടെ അത്തിവിഷത്തിനുള്ളിൽ നിന്നും ഭഗവാൻ വരദരാജ സ്വാമിയായി അവതരിച്ചു. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ അത്തിമരത്തിൽ നിർമ്മിച്ചതിനാലാണ്
ഈ സ്ഥലത്തിന് അട്ടിഗിരി എന്ന പേര് ലഭിച്ചത്. ഏകദേശം 23.5 ഏക്കറിലെയായി വ്യാപിച്ചു കിടക്കുന്ന ഈ ക്ഷേത്രം പുരാതന ശില്പകലയുടെ വിസ്മയമാണ്. ഇവിടുത്തെ മണ്ഡപങ്ങളിലെ 390ഓളം തൂണുകളിൽ സിംഹരൂപത്തിലുള്ള യാലി ശില്പങ്ങൾ കുത്തിവെച്ചിരിക്കുന്നത് കാണാം. പടിഞ്ഞാറ് ദർശനമായുള്ള പ്രധാന രാജഗോപുരത്തിന് 7 നിലകളും 130 അടി ഉയരവുമുണ്ട്. എന്നാൽ കിഴക്കേ ഗോപുരമാണ് ഏറ്റവും ഉയരം കൂടിയത്, ഏകദേശം 180 അടി. ശ്രീകോവിലിന് മുകളിലായി സ്വർണം പൂശിയ പുണ്യകോടി വിമാനം കാണാം. വരദരാജ സ്വാമിയുടെ ശ്രീകോവിലിന് മുകളിലുള്ള വിമാനം പുണ്യകോടി വിമാനം എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ലക്ഷ്മി ദേവിയുടെ അവതാരമായ പെരുന്തേവി തായാരുടെ ശ്രീകോവിലിന് മുകളിലുള്ള വിമാനത്തെ കല്യാണക്കോടി വിമാനം എന്ന് വിളിക്കുന്നു. കാഞ്ചീപുരത്തെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളൊന്നായ ഇവിടെ പ്രധാനമായും 3 പ്രകാരങ്ങളാണുള്ളത്: ആഴ്വാർ പ്രകാരം, മാളായി പള്ളി പ്രകാരം, തിരുമല പ്രകാരം. ഹസ്തഗിരിയുടെ മുകൾ തട്ടിൽ വിജയനഗര സാമ്രാജ്യത്തിന്റെ സുവർണകാലത്തെ അനുസ്മരിക്കുന്ന ചുവർ ചിത്രങ്ങൾ ഇന്നും കാണുവാൻ സാധിക്കും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ചിത്രങ്ങൾ ആ കാലഘട്ടത്തിലെ കലയും സംസ്കാരവും വിളിച്ചോതുന്നവയാണ്. ശ്രീകോവിലിന്റെ മറ്റൊരു പ്രത്യേകത സൂര്യപ്രകാശവുമായുള്ള ഇതിന്റെ ബന്ധമാണ്. ചിത്രാ പൂർണിമ കഴിഞ്ഞ് 15-ാം ദിവസം സൂര്യരശ്മികൾ ഭഗവാന്റെ വിഗ്രഹത്തിൽ നേരിട്ട് പതിക്കുന്ന രീതിയിലാണ് ഈ ശ്രീകോവിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ക്ഷേത്രത്തിന് പുറത്തുള്ള പുണ്യതീർത്ഥത്തെ അനന്തതീർത്ഥം എന്നാണ് വിളിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് കുളത്തിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന അത്തിവരതൻ. ക്ഷേത്രത്തിലെ ഏറ്റവും വിശിഷ്ടമായ രഹസ്യമാണ് അത്തിവരതൻ. അത്തിമരത്തിൽ നിർമ്മിച്ച ഏകദേശം 9 അടി ഉയരമുള്ള ഈ വിഗ്രഹം ക്ഷേത്രകുളമായ അനന്തതീർത്ഥത്തിന് അടിയിലുള്ള രഹസ്യറിയിൽ വെള്ളിപ്പടകത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. 40 വർഷത്തിലൊരിക്കൽ മാത്രമേ ഈ വിഗ്രഹം ലോകം കാണുകയുള്ളൂ. പതിനാറാം നൂറ്റാണ്ടിലെ മുഗൾ അധിനിവേശത്തിൽ നിന്നും സംരക്ഷിക്കുവാനാണ് അന്നത്തെ പുരോഹിതർ ഈ വിഗ്രഹം കുളത്തിനടിയിൽ ഒളിപ്പിച്ചത്. പിന്നീട് വിഗ്രഹം കണ്ടെത്തുവാൻ കഴിയാതെ വന്നപ്പോൾ നിലവിലെ
ശിലാവിഗ്രഹം പ്രതിഷ്ഠിക്കുകയുണ്ടായി. 1709 അവിചാരിതമായി കുളം വറ്റിച്ചപ്പോഴാണ് പഴയ വിഗ്രഹം കണ്ടെത്തിയത്. അന്ന് തുടങ്ങിയതാണ് 40 വർഷത്തിലൊരിക്കൽ ഭഗവാനെ പുറത്തെടുത്ത് ആരാധിക്കുന്ന ഈ സവിശേഷമായ പാരമ്പര്യം. അവസാനമായി 2019 ഈ മഹോത്സവം നടന്നത്. 48 ദിവസമാണ് അത്തിവരദരെ ദർശിക്കാൻ അവസരം കിട്ടുക. ആദ്യ 24 ദിവസം ഭഗവാൻ ശയനരൂപത്തിലും അടുത്ത 24 ദിവസം നിൽക്കുന്ന രൂപത്തിലും ദർശനം നൽകുന്നു. ഇനി 2059 മാത്രമേ ഈ ദർശനഭാഗ്യം ലഭിക്കുകയുള്ളൂ. വിഗ്രഹം കുളത്തിലേക്ക് തിരികെ വയ്ക്കുമ്പോൾ മഴ പെയ്യും എന്നത് ഇവിടുത്തെ വലിയൊരു വിശ്വാസമാണ്. 2019 അത് സംഭവിച്ചു എന്നത് അത്ഭുതകരമാണ്. മറ്റൊരു സവിശേഷത കേരളീയരുമായുള്ള ബന്ധമാണ്. 14-ാം നൂറ്റാണ്ടിൽ ചേര രാജാക്കന്മാർ നിർമ്മിച്ച മലയാളം നാച്ചിയാർ അഥവാ കേരള പത്നിയുടെ പ്രതിഷ്ഠ ഇവിടെയുണ്ട്. ക്ഷേത്രത്തിലെ 3ാമത്തെ പ്രകാരത്തിലാണ് പെരുന്തേവി തായാർ ദേവിയുടെ പ്രതിഷ്ഠയുള്ളത്. വരദരാജ പെരുമാളിനെ ദർശിക്കുന്നതിന് മുൻപ് ഭക്തർ ആദ്യം തായാരുടെ ശ്രീകോവിൽ സന്ദർശിക്കണമെന്നാണ് ആചാരം. വിജയനഗര രാജാവായ അച്യുതരായരുടെ ചടങ്ങുകൾക്കായി നിർമ്മിച്ച തുലാഭാര മണ്ഡപങ്ങൾ എന്നറിയപ്പെടുന്ന 4 ചെറിയ മണ്ഡപങ്ങൾ ഇവിടെ കാണാം. മറ്റൊരു പ്രശസ്തമായ ഐതിഹ്യം ഗൗതമ മഹർഷിയുടെ ശാപം കിട്ടിയ 2 ശിഷ്യന്മാരെ കുറിച്ചാണ്. ശാപം മൂലം പല്ലികളായി മാറിയ അവർ ഈ ക്ഷേത്രത്തിൽ താമസിക്കുകയും ഭഗവാൻ അവർക്ക് ശാപമോക്ഷം നൽകുകയും ചെയ്തു. ലോകത്തിൽ തന്നെ ഏറ്റവും കർശനമായി പഞ്ചരാത്ര ആഗമ വിധികൾ പിന്തുടർന്ന ക്ഷേത്രമാണിത്. ഇവിടെ വടകലൈ പാരമ്പര്യമാണ് നിലനിൽക്കുന്നത്. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ വേദപാരായണ സംഘം ഇവിടെയാണുള്ളത്. താതാചാര്യന്മാർക്കാണ് ഈ ക്ഷേത്രത്തിലെ പരമ്പരാഗതമായ അവകാശങ്ങൾ. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രമുഖനായ ഭക്തനായിരുന്നു തിരുക്കച്ചി നമ്പികൾ. ഭഗവാൻ വരദരാജ പെരുമാളിന് വിശറി വീശുന്ന ആലവട്ട കൈങ്കാര്യം എന്ന ചടങ്ങാണ് അദ്ദേഹം നിർവഹിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഭക്തിയിൽ പ്രീതനായ ഭഗവാൻ ചടങ്ങുകൾക്കിടയിൽ അദ്ദേഹത്തോട് സംസാരിക്കുമായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. വിശിഷ്ടാദ്വൈത ദർശനത്തിന്റെ വക്താവായ രാമാനുജാചാര്യർ ഇവിടെയാണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ 6 സംശയങ്ങൾക്ക് ഭഗവാൻ മറുപടി നൽകിയത് തന്റെ പ്രിയഭക്തനായ തിരുക്കച്ചി നമ്പികൾ വഴിയായിരുന്നു. ഇത് 100-കാൽ മണ്ഡപം. ഈ 100-കാൽ മണ്ഡപത്തിന്റെ ഓരോ തൂണും വിജയനഗര രാജാക്കന്മാരുടെ കരുത്തിന്റെയും ശില്പികളുടെ ഭാവനയുടെയും അടയാളമാണ്. ചരിത്രവും കലയും ഇത്രമേൽ മനോഹരമായി സമ്മേളിക്കുന്ന മറ്റൊരിടം ദക്ഷിണേന്ത്യയിൽ അപൂർവമാണ്.
വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സുവർണകാലത്ത് 16-ാം നൂറ്റാണ്ടിൽ ഏകദേശം AD 1532 അച്യുതരായരുടെ ഭരണകാലത്താണ് ഈ മണ്ഡപം നിർമ്മിക്കപ്പെട്ടത്. വിജയനഗര രാജാക്കന്മാർ തങ്ങളുടെ ശില്പചാതുരി ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുവാൻ തിരഞ്ഞെടുത്ത വേദിയായിരുന്നു ഇത്. തമിഴ് വാസ്തുവിദ്യയിൽ വിജയനഗര ശൈലിയിൽ ഒത്തുചേരുന്ന ഇതിനെ കല്യാണ മണ്ഡപം എന്നും വിളിക്കാറുണ്ട്. ഈ മണ്ഡപത്തിന് 100 തൂണുകൾ ഉണ്ടെങ്കിലും അവ ഓരോന്നും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. രാമായണം, മഹാഭാരതം എന്നിവയിലെ പ്രധാന രംഗങ്ങൾ ഓരോ തൂണിലും അതീവ സൂക്ഷ്മതയോടെ ഒത്തുവച്ചിട്ടുണ്ട്. ദശാവതാരങ്ങൾ, സമുദ്രമഥനം, കൃഷ്ണലീലകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പ്രണയത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പ്രതീകങ്ങളായ രതിയെയും മന്മഥിനെയും മനോഹരമായി ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. മിക്ക തൂണുകളുടെയും മുൻഭാഗത്ത് ഭീമാകാരമായ യാളി ശില്പങ്ങൾ കാണാം. സിംഹത്തിൻ്റെ മുഖവും ആനയുടെ തുമ്പിക്കയും കുതിരയുടെ ശരീരവുമുള്ള ഈ പുരാണ ജീവികൾ വിജയനഗര വാസ്തുവിദ്യയിലെ മുഖമുദ്രയാണ്. തൂണുകളിൽ കൊത്തിയിരിക്കുന്ന കുതിരപ്പടയാളികളുടെ ശില്പങ്ങൾ യുദ്ധവീര്യത്തെ വിളിച്ചോതുന്നു. ഉയരമുള്ള മേൽക്കൂരയും വിശാലമായ ഇടനാഴികളും മണ്ഡപത്തിനുള്ളിൽ സ്വാഭാവികമായ വായുസഞ്ചാരവും തണുപ്പും നിലനിർത്തുന്നു. ബ്രഹ്മോത്സവ സമയത്തും മറ്റ് വിശേഷ ദിവസങ്ങളിലും ഭഗവാൻ വരദരാജനും പെരുന്തേവി തായാറും ഈ മണ്ഡപത്തിൽ എഴുന്നള്ളാറുണ്ട്. ഈ സമയത്താണ് മണ്ഡപം അതിൻ്റെ പൂർണ്ണ ശോഭയിൽ കാണപ്പെടുക. നിഴലുകളുടെ വിസ്മയകരമായ ഒരു ജാലവിദ്യ ഇവിടെ ദർശിക്കാം. സൂര്യപ്രകാശത്തിൻ്റെ ദിശയ്ക്കനുസരിച്ച് തൂണുകളിലെ ശില്പങ്ങൾക്ക് ഭാവപ്പകർച്ച ഉണ്ടാകുന്ന തരത്തിലുള്ള അത്ഭുതകരമായ നിർമ്മാണ ശൈലിയാണ് മണ്ഡപത്തിൻ്റേത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആധുനിക യന്ത്രങ്ങളൊന്നുമില്ലാതെ കഠിന പ്രയത്നത്തിലൂടെ കരിങ്കലിൽ കവിത തീർത്ത ശില്പികളുടെ കഴിവിനെ അത്ഭുതത്തോടെ അല്ലാതെ നോക്കിക്കാണുവാൻ സാധിക്കില്ല. നൂറുകാൽ മണ്ഡപത്തിൻ്റെ 4 മൂലകളിലും മേൽക്കൂരകളിൽ നിന്ന് താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന ചങ്ങലകൾ കാണാം. ഇവ ഇരുമ്പിലോ മരത്തിലോ ഉണ്ടാക്കിയതല്ല. ഒരൊറ്റ കരിങ്കലിൽ നിന്ന് കൊത്തിയെടുത്ത കണ്ണികളാണിവ. ഓരോ കണ്ണിയും സ്വതന്ത്രമായി ചലിപ്പിക്കുവാൻ സാധിക്കും.
തമിഴ് മാസമായ വൈകാശിയിൽ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 10 ദിവസത്തെ ഉത്സവമാണ് വൈകാശി ബ്രഹ്മോത്സവം. ബ്രഹ്മോത്സവത്തിന്റെ 3-ാം ദിവസം നടക്കുന്ന അതിപ്രധാനമായ ചടങ്ങാണ് ഗരുഡസേവ. ഭഗവാൻ സ്വർണ്ണ ഗരുഡ വാഹനത്തിൽ എഴുന്നള്ളുന്ന ഈ കാഴ്ച കാണാൻ വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെടാറുണ്ട്. ഉത്സവത്തിന്റെ 9-ാം ദിവസം 70 അടി ഉയരമുള്ള കൂറ്റൻ രഥത്തിൽ ഭഗവാനെ നഗരപ്രദക്ഷിണം ചെയ്യിക്കുന്ന രഥോത്സവം നടത്തുന്നു. വർഷത്തിൽ 3 തവണ ക്ഷേത്രകുളമായ അനന്തസരസിൽ തെപ്പോത്സവം എന്ന ജലോത്സവം ആഘോഷിക്കാറുണ്ട്. ക്ഷേത്രം സാധാരണയായി ദിവസവും രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8:30 മണി വരെയും തുറന്നിരിക്കും. തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന നഗരമായ കാഞ്ചീപുരം ചെന്നൈയിൽ നിന്ന് ഏകദേശം 75 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. റോഡ് മാർഗം ചെന്നൈയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ധാരാളം ബസ്സുകൾ ലഭ്യമാണ്. ചെന്നൈയിൽ നിന്ന് കാഞ്ചീപുരത്തേക്ക് ഏകദേശം 2 മുതൽ 2.5 മണിക്കൂർ വരെ യാത്രയുണ്ട്. ചെന്നൈയിൽ നിന്ന് ട്രെയിൻ മാർഗം കാഞ്ചീപുരത്തേക്ക് എളുപ്പത്തിൽ യാത്ര ചെയ്യാം. പ്രധാനമായും ചെന്നൈ എഗ്മോർ, ബീച്ച് സ്റ്റേഷൻ എന്നീ സ്റ്റേഷനുകളിൽ നിന്ന് കാഞ്ചീപുരത്തേക്ക് നേരിട്ടുള്ള സബർബൻ ട്രെയിനുകൾ ലഭ്യമാണ്. ചെന്നൈ മധുര ലൈനിലെ പ്രധാന സ്റ്റേഷനായ ചെങ്കൽപ്പേട്ടിൽ നിന്നും കാഞ്ചീപുരത്തേക്ക് ട്രെയിൻ സൗകര്യമുണ്ട്. കാഞ്ചീപുരത്തിന് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം ചെന്നൈ അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. വിമാനത്താവളത്തെത്തിയ ശേഷം അവിടെ നിന്ന് ടാക്സിയിലോ ബസ്സിലോ കാഞ്ചീപുരത്ത് എത്തിച്ചേരാം. കാഞ്ചീപുരത്ത് വരുമ്പോൾ ഇവിടുത്തെ മറ്റ് ക്ഷേത്രങ്ങളായ കാമാക്ഷിയമ്മൻ ക്ഷേത്രം, കൈലാസനാഥൻ ക്ഷേത്രം, ഏകാംബരേശ്വര ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങൾ കൂടി സന്ദർശിക്കാവുന്നതാണ്. ഈ കുറഞ്ഞ സമയം കൊണ്ട് കാഞ്ചീപുരം വരദരാജ പെരുമാൾ ക്ഷേത്രത്തിൻ്റെ മഹാത്മ്യം പറഞ്ഞു തീർക്കാൻ കഴിയില്ല. എങ്കിലും എൻ്റെ ഈ യാത്രയിൽ കണ്ട കാഴ്ചകൾ നിങ്ങൾക്ക് ആത്മീയവും ചരിത്രപരവുമായ ഒരു അനുഭവം നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചരിത്രവും ഐതിഹ്യവും ശില്പകലയും ഒന്നുചേരുന്ന കാഞ്ചീപുരത്തെ ഈ മഹാക്ഷേത്രം ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഒന്നാണ്. കാഞ്ചീപുരം വരദരാജ പെരുമാൾ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളിലൂടെയും ആത്മീയ പ്രഭാവത്തിലൂടെയും നടത്തിയ ഈ യാത്ര ഇവിടെ പൂർണ്ണമാകുന്നു. ഭാരതീയ പൈതൃകത്തെയും ക്ഷേത്ര വിശേഷങ്ങളെയും കുറിച്ചുള്ള ഈ ദൃശ്യാവിഷ്കാരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡോക്ടർ ശൈലേന്ദ്രകുമാർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കൂടുതൽ ജനപ്രദമായ ദൃശ്യാവിഷ്കാരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട. ശുഭദിനം നേരുന്നു. വീണ്ടും കാണാം. നന്ദി.